സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലോഗോസ് ക്വിസ് മാസ്റ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തുടർന്ന് വരുന്ന വീഡിയോകളുടെ അപ്ഡേഷൻസ് ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുക പ്രഭാഷകൻ്റെ പുസ്തകം 41 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള 116ഓളം ചോദ്യങ്ങളാണ്. അതായത് ഈ 116 ചോദ്യങ്ങളിൽ നിന്നായിരിക്കും പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ ചോദ്യങ്ങൾ ലോഗോസ് പരീക്ഷയ്ക്ക് വരിക. ഈ ചോദ്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് POC ഇറക്കിയ ലോഗോസിൻ്റെ ഭാഗമായി ഇറക്കിയ സ്പെഷ്യൽ ഗൈഡിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുക, മനഃപ്പാഠമാക്കുക. ലോഗോസിന് നല്ല വിജയം നേടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആരുടെ പിൻതലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത്? ഉത്തരം പാപികളുടെ പിൻതലമുറ. 2. എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവിനെ. 3. എങ്ങനെയുള്ള പിതാവ് നിമിത്തമാണ് മക്കൾ നിന്ദ അനുഭവിക്കുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം. 4. ആർക്ക് കഷ്ടമെന്നാണ് പ്രഭാഷകൻ 41:8 കാണുന്നത്? ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന്. 5. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും ശാപത്തിലുമാണ് നിങ്ങളുടെ വിധി. ഈ പരാമർശം ആരെക്കുറിച്ചാണ്? ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച്. 6. പൂരിപ്പിക്കുക. ഡാഷ് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ഉത്തരം പൊടിയിൽ നിന്ന്. 7. ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്തവൻ. 8. പൂരിപ്പിക്കുക. ഡാഷ് മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ ഡാഷ് പേര് പോലും മാഞ്ഞു പോകും. ഉത്തരങ്ങൾ ശരീരനാശത്തെ പ്രതി പാപികളുടെ. 9. എന്തിൽ ശ്രദ്ധാലുവായിരിക്കുവാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്? ഉത്തരം സൽകീർത്തിയിൽ. 10. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത്? ഉത്തരം സൽകീർത്തി. 11. പൂരിപ്പിക്കുക. ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ ഡാഷ് ശാശ്വതവും. ഉത്തരം സൽകീർത്തി. 12. പൂരിപ്പിക്കുക. കുഞ്ഞുങ്ങളെ ഡാഷ് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ഉത്തരം ഉപദേശങ്ങൾ പാലിച്ച്. 13. നിഷ്പ്രയോജനമായത് എന്തെല്ലാം? ഉത്തരം നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും. 14. ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം? ഉത്തരം വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ. 15. ആരുടെ മുമ്പിൽ അസന്മാർഗിയായിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ. 16. ആരുടെ മുമ്പിൽ വ്യാജം പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ. 17. ആരുടെ മുമ്പിൽ തെറ്റു ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ. 18. ആരുടെ മുമ്പിൽ തിന്മ ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ. 19. ആരുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ. 20. പ്രഭാഷകൻ 41:19 പ്രകാരം ലജ്ജാകരമായത് എന്ത്? ഉത്തരം സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക. 21. എന്തിൻ്റെ മുമ്പിൽ ലജ്ജാഭരിതനാകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ
വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ. 22 വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്ത്? ഉത്തരം കർത്താവിൻ്റെ പ്രവർത്തികൾ. 23 തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് എന്ത്? ഉത്തരം സൂര്യൻ. 24 എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം കർത്താവിൻ്റെ മഹത്വം. 25 കർത്താവിൻ്റെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായത് എന്ത്? ഉത്തരം അവിടുത്തെ വിസ്മയനീയമായ പ്രവർത്തികൾ. 26 എന്തിനു വേണ്ടിയാണ് സർവശക്തനായ കർത്താവ് വിസ്മയനീയമായ പ്രവർത്തികൾ സ്ഥാപിച്ചത്? ഉത്തരം പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി. 27 കർത്താവ് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നത് എന്ത്? ഉത്തരം അവയുടെ നിഗൂഢതകൾ. 28 കർത്താവ് നിരീക്ഷിക്കുന്നതെന്ത്? ഉത്തരം കാലത്തിൻ്റെ സൂചനകൾ. 29 കർത്താവ് പ്രഖ്യാപിക്കുന്നതെന്ത്? ഉത്തരം ഭൂതവും ഭാവിയും. 30 എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്? ഉത്തരം നിഗൂഢ രഹസ്യങ്ങൾ. 31 പൂരിപ്പിക്കുക. ഡാഷ് അവിടത്തേക്ക് അജ്ഞാതമല്ല, ഡാഷ് കർത്താവിനു മറഞ്ഞിരിക്കുന്നില്ല. ഉത്തരങ്ങൾ ഒരു ചിന്തയും ഒരു വാക്കും. 32 കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ. 33 അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് ആര്? ഉത്തരം കർത്താവ്. 34 അവിടുത്തെ എത്ര ഡാഷ് അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. ഉത്തരം പ്രവർത്തികൾ. 35 പൂരിപ്പിക്കുക. അവയെല്ലാം എന്നേക്കും ഡാഷ് നിലനിൽക്കുകയും ചെയ്യുന്നു, സ്വധർമ്മത്തോടു ഡാഷ് പുലർത്തുന്നു. ഉത്തരം ജീവിക്കുകയും വിശ്വസ്തത. 36 പൂരിപ്പിക്കുക. എല്ലാ വസ്തുക്കളും ഡാഷ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഒന്നും അപൂർണങ്ങളല്ല. ഉത്തരം ജോഡികളായി, ദ്വന്ദ്ങ്ങളായി. 37 പൂരിപ്പിക്കുക. ഒന്ന് മറ്റൊന്നിന് ഡാഷ്, അവിടുത്തെ ഡാഷ് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? ഉത്തരങ്ങൾ പൂരകമാണ്, മഹത്വം. 38 പ്രഭാഷകൻ 42:9 സമാനമായ ബൈബിൾ ഭാഗമേത്? ഉത്തരം നിയമാവർത്തനം 4:1. 39 പ്രഭാഷകൻ 42:18 സമാനമായ സുഭാഷിത ഭാഗമേത്? ഉത്തരം സുഭാഷിതം 15:11. 40 പ്രഭാഷകൻ 42:20 സമാനമായ സങ്കീർത്തന ഭാഗമേത്? ഉത്തരം സങ്കീർത്തനം 139:1-4. 41 ചൂട് കൊണ്ട് ദഹിക്കുന്നത് എന്ത്? ഉത്തരം പർവ്വതങ്ങൾ. 42 ചൂട് കൊണ്ട് വരളുന്നത് എന്ത്? ഉത്തരം മരുഭൂമി. 43 അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നത് എന്ത്? ഉത്തരം സസ്യങ്ങൾ. 44 എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത്? ഉത്തരം മൂടൽമഞ്ഞ്. 45 മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഉത്തരം ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. 46 പ്രഭാഷകൻ 43:23 അത്യുന്നതന്റെ നിശ്ചയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത്. 47 സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആര്? ഉത്തരം സമുദ്ര സഞ്ചാരികൾ. 48 പൂരിപ്പിക്കുക. അസാധാരണവും ഡാഷ് സൃഷ്ടികൾ അതിലുണ്ട്, എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ ഡാഷ് അതിലുണ്ട്. ഉത്തരം അത്ഭുതകരവുമായ സമുദ്ര സത്വങ്ങളും.
49 അത്യുന്നതന്റെ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ? ഉത്തരം സ്വന്തം ശക്തിയാൽ. 50 എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ? ഉത്തരം അവിടുത്തെ വചനത്താൽ. 51 എല്ലാറ്റിൻ്റെയും സാരം എന്താണ്? ഉത്തരം എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സർവ്വവും. 52 പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാം അവിടുന്ന് ഉന്നതമാണ്. ഉത്തരം പ്രകീർത്തിക്കാൻ സൃഷ്ടികളെയേക്കാൾ. 53 ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര്? ഉത്തരം കർത്താവ്. 54 സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം മഹത്തുക്കളെയും പൂർവ്വ പിതാക്കന്മാരെയും കുറിച്ച്. 55 ആരാണ് മഹത്തുക്കളുടെയും പൂർവ്വ പിതാക്കന്മാരുടെയും വിജ്ഞാനം പ്രഘോഷിക്കുന്നത്? ഉത്തരം ജനതകൾ. 56 മഹത്തുക്കളുടെയും പൂർവ്വ പിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നത് ആര്? ഉത്തരം സമൂഹം. 57 കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ആര്? ഉത്തരം ഹെനോക്ക്. 58 ആര് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ 44:16 കാണുന്നത്? ഉത്തരം ഹെനോക്ക്. 59 എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃക ആയിരിക്കുന്നത് ആര്? ഉത്തരം ഹെനോക്ക്. 60 തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച്? ഉത്തരം നോഹയെക്കുറിച്ച്. 61 വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ ആര്? ഉത്തരം നോഹ. 62 നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്ത്? ഉത്തരം മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന്. 63 അനേകം ജനതകളുടെ പൂർവ്വപിതാവായിരുന്നത് ആര്? ഉത്തരം അബ്രാഹാം. 64 മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല, അവൻ ആര്? ഉത്തരം അബ്രാഹാം. 65 പൂരിപ്പിക്കുക. അവൻ ഡാഷ് പാലിക്കുകയും അവിടുന്ന് അവനുമായി ഡാഷ് ഏർപ്പെടുകയും ചെയ്തു. ഉത്തരം അത്യുന്നതന്റെ നിയമം ഉടമ്പടിയെ. 66 സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചതാര്? ഉത്തരം അബ്രാഹാം. 67 പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചതാര്? ഉത്തരം അബ്രാഹാം. 68 പൂരിപ്പിക്കുക. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ ഡാഷ് ഉയർത്തി. ഉത്തരം കർത്താവ്. 69 അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ ആര്? ഉത്തരം മോശ. 70 കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി? ഉത്തരം ദേവദൂതന്മാർക്ക്. 71 ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം കർത്താവ് ശക്തനാക്കിയത് ആര്? ഉത്തരം മോശയെ. 72 ആര് അപേക്ഷിച്ചപ്പോഴാണ് കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത്? ഉത്തരം മോശ. 73 ആരുടെ സന്നിധിയിലേക്കാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത്? ഉത്തരം രാജാക്കന്മാരുടെ സന്നിധിയിൽ. 74 കർത്താവ് മോശയെ ഏൽപ്പിച്ചത് എന്ത്? ഉത്തരം തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ. 75 തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം കർത്താവ് നൽകിയത് ആർക്ക്? ഉത്തരം മോശയ്ക്ക്. 76 കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് എങ്ങനെ? ഉത്തരം വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. 77 അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തിയവർ നശിച്ചത് എങ്ങനെ? ഉത്തരം കർത്താവിൻ്റെ ക്രോധത്തിൽ. 78 പൂരിപ്പിക്കുക. യൂദാഗോത്രജനായ ഡാഷ് ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു.
ഉത്തരം ജസയുടെ പുത്രൻ. 79. യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നത് ആര്? ഉത്തരം നൂനിന്റെ പുത്രൻ ജോഷുവ. 80. അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. അവൻ ആര്? ഉത്തരം ജോഷുവ. 81. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവരുടെ അവകാശം നേടിയെടുത്തത് ആര്? ഉത്തരം ജോഷുവ. 82. പൂരിപ്പിക്കുക. വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു? ആവർത്തിക്കുന്നു. 82 പൂരിപ്പിക്കുക. വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു? ഉത്തരം നഗരങ്ങൾക്കെതിരെ. 83. ജോഷുവ ആർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? ഉത്തരം കർത്താവിന് വേണ്ടി. 84. ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത്? ഉത്തരം ജോഷയുടെ. 85 പൂരിപ്പിക്കുക. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് ഡാഷ് ദൈർഘ്യമുണ്ടായില്ലേ? ഉത്തരം 2 ദിവസത്തെ. 86 പൂരിപ്പിക്കുക. ശത്രുക്കൾ ചുറ്റുമളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് വിളിച്ചപേക്ഷിച്ചു. ഉത്തരം അത്യുന്നതനെ. 87 ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷയ്ക്ക് ഉത്തരമരുളിയത്? ഉത്തരം ശക്തമായ കന്മഴ അയച്ച്. 88 സാമൂവേലിന് ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത്? ഉത്തരം നാഥാൻ. 89 എന്തുപോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ. 90 ദാവീദ് എന്തിനോട് കൂടെ എന്ന പോലെയാണ് സിംഹങ്ങളുമായി കളിയാടിയത്? ഉത്തരം കോലാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ. 91 എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ കളിയാടിയത്? ഉത്തരം കരടികളോട്. 92 ദാവീദ് യൗവനത്തിൽ കവണയിൽ കല്ലു ചേർത്ത് കരമുയർത്തി ആരുടെ അഹങ്കാരമാണ് തകർത്തത്? ഉത്തരം ഗോലിയാത്തിന്റെ. 93 ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് ആരുടെ അപമാനമാണ് നീക്കിയത്? ഉത്തരം ജനത്തിന്റെ അപമാനം. 94 പ്രഭാഷകൻ 47:5 പ്രകാരം എന്തിനു വേണ്ടിയാണ് അത്യുന്നതനായ കർത്താവ് ദാവീദിന്റെ വലതുകരം ശക്തമാക്കിയത്? ഉത്തരം തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന്. 95 എപ്രകാരമാണ് ജനം ദാവീദിനെ മഹത്വത്തിന്റെ കിരീടമണിയിച്ചത്? ഉത്തരം 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവനെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട്. 96 എന്തിന്റെ പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത്? ഉത്തരം കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി. 97 ദാവീദ് തുടച്ചു മാറ്റിയത് ആരെ? ഉത്തരം ചുറ്റുമുള്ള ശത്രുക്കളെ. 98 ദാവീദ് നശിപ്പിച്ചത് ആരെ? ഉത്തരം എതിരാളികളായ ഫിലിസ്ത്യരെ. 99 ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു. അവർ ആര്? ഉത്തരം ഫിലിസ്ത്യൻ. 100 ദാവീദ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചതെങ്ങനെ? ഉത്തരം തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം ദർശിച്ചു. അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച്. 101 ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത്? ഉത്തരം ദാവീദ്. 102 ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കാൻ ദാവീദ് നിയോഗിച്ചതാരെ? ഉത്തരം ഗായിക സംഘത്തെ. 103 ആരാണ് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത്? ഉത്തരം ദാവീദ്. 104 ഗായിക സംഘം ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ മുഖരിതമായത് എന്ത്? ഉത്തരം വിശുദ്ധ സ്ഥലം.
105 ദാവീദിന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തത് ആര്? ഉത്തരം കർത്താവ്. 106 ഇസ്രായേലിന്റെ മേൽ ക്ഷാമം വരുത്തിയ പ്രവാചകൻ? ഉത്തരം ഏലിയ. 107 ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ആര്? ഉത്തരം രാജാക്കന്മാരെ. 108 ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ആര്? ഉത്തരം പ്രസിദ്ധന്മാരെ. 109 ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല, ആരും അവന് കീഴടക്കിയില്ല. അവൻ ആര്? ഉത്തരം എലീഷ. 110 അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചലിച്ചു, അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. അവൻ ആര്? ഉത്തരം ഏശയ്യ പ്രവാചകൻ. 111 ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചതെന്ത്? ഉത്തരം കൊടുങ്കാറ്റ്. 112 ആർക്കാണ് ദൈവം നന്മ ചെയ്തത്? ഉത്തരം നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക്. 113 വലത് കൈയിൽ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. ആരെക്കുറിച്ചാണ് പ്രഭാഷണം ഇപ്രകാരം പറഞ്ഞു വച്ചിരിക്കുന്നത്? ഉത്തരം സെറുബാബേലിനെ കുറിച്ച്. 114 അക്രമം ചെറുക്കാൻ സിമിയോൻ ചെയ്തതെന്ത്? ഉത്തരം നഗരത്തിന് കോട്ട കെട്ടി. 115 ആരാണ് പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിൽ ചുവട്ടിൽ ഒഴുക്കിയത്? ഉത്തരം ശിമയോൻ. 116 പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെ നയിക്കുന്നതെന്ത്? ഉത്തരം കർത്താവിൻ്റെ പ്രകാശം.